ഉദയം ക്രിയേഷൻസിന്റെ ബാനറിൽ അംബേദ്കർ ദ റിയൽ ഹീറോ എന്ന പേരിൽ പുറത്തിറങ്ങിയ മ്യൂസിക്കൽ ആൽബം ശ്രദ്ധേയമാകുന്നു. ഇതാദ്യമായിട്ടാണ് ഡോക്ടർ അംബേദ്കറിനെ കുറിച്ച് മലയാളത്തിൽ ഒരു ഗാനം പുറത്തിറങ്ങുന്നത്. ദീപ സോമനാണ് ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഭാരതരത്നം ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ പ്രൗഢോജ്വലമായ ജീവിതത്തെക്കുറിച്ചൊരു ഗാനം പുറത്തിറങ്ങുന്നത്. വെല്ലുവാനുള്ളൊരു ഭാരതപുത്രനെ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രചന ദീപ സോമനാണ് നിർവഹിച്ചിരിക്കുന്നത്. തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കിനിടയിലും രാജ്ഭവനിലെ ജീവനക്കാരിയായ ദീപ സോമന് തന്റെ സാഹിത്യ ജീവിതത്തിലെ വലിയൊരു ഏടായി മാറി ഈ ഗാനം. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ ഈ ഗാനം ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. ഞാൻ ഈ രചനാ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ പല വിഷയങ്ങളും ഗാനമായിട്ട് രചിച്ചിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഭാരതരത്നം ഡോക്ടർ ബി.ആർ. അംബേദ്കറെ കുറിച്ചൊരു ഗാനം രചിക്കുക. തീരെ ചെറുപ്പം മുതൽ തന്നെ അംബേദ്കറിൻ്റെ ആശയങ്ങളെ മനസ്സിൽ ആരാധിക്കുകയും ആ ഒരു കർമ്മ തേജസ്വിയെ വളരെ ആരാധനയോടെ കാണുകയും ചെയ്ത എനിക്ക് തീർച്ചയായിട്ടും ഇതൊരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു. കുസേൽ ആനന്ദാണ് ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഏറെ വെല്ലുവിളികൾക്കിടയിലും ഗാനം മനോഹരമായി ചിട്ടപ്പെടുന്ന നിർവഹിച്ചതിൽ കൃതജ്ഞതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് രീതിയിലുള്ള സംഗീതത്തിന് കൊടുക്കുക എന്നുള്ള വലിയൊരു പ്രശ്നം തന്നെയാണ്. എങ്ങനെയാണ് ഇപ്പം ഇതുവരെയാണ് അങ്ങനൊരു സോങ് മലയാളത്തിലില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് എങ്ങനെ ഈ വരികൾ ചേച്ചി എഴുതിയേക്കുന്ന ഈ വരികൾ എങ്ങനെ ഏത് രീതിയിൽ ഏത് സംഗീതം കൊടുത്താൽ ആൾക്കാർ സ്വീകരിക്കുക എന്നതിനെക്കുറിച്ചൊരു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് ഒരുപക്ഷെ ആ വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നിയ ഒരു സംഗീതം അത് ഞാൻ അതിനെ ഫിക്സ് ചെയ്യുമായിരുന്നു. ശരിക്കും ആരോടും പറഞ്ഞില്ല. ഞാനിതാണ് ശരിക്കും പറഞ്ഞാൽ ചേച്ചിയെ പോലെ ഞാൻ പാടി കേൾപ്പിച്ചില്ല. അത് സംഗീതം ചെയ്തിട്ട് പക്ഷേ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. ഈ സംഗീതം ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇത് ആദ്യം കേൾക്കുമ്പോൾ അപ്പം ഞാൻ വെറുതെ പാടി കേൾക്കുമ്പോൾ അത് എഴുതിയ ഒരാൾക്ക് അത് ഇഷ്ടപ്പെടുമോ, സംഗീതം ഇഷ്ടപ്പെടുന്നൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചി ആദ്യം ചോദിച്ചപ്പോൾ ഞാനത് സംഗീതം പറഞ്ഞു കൊടുത്തില്ല. അതൊരു ഭയം ഉണ്ടായിരുന്നു. ചേച്ചിക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ പുതിയ ഒരു തലമുറയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടും അതിനൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഈ ഒരു സംഗീതം അതിന് നൽകിയത്. സാംസൺ ശിവയും ഗായത്രി ജ്യോതിഷും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. പി.ടി. സതീഷ് കുമാറിന്റെ സംവിധാനത്തിൽ കെ.എൻ. സതീഷാണ് വീഡിയോ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എ.സി.വി ന്യൂസ്, തിരുവനന്തപുരം.